നമ്മളൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം. ഇന്ത്യയിലെ ഫേസ്ബുക്ക് നമ്മളോട് തെമ്മാടിത്തരം കാണിച്ചിരിക്കുകയാണ്. എന്താണ് ഇന്ത്യയിലെ ഫേസ്ബുക്ക് നമ്മളോട് കാണിച്ച തെമ്മാടിത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായ ഉത്തരം നൽകാം. നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും RSSനും വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പണിയെടുത്തു എന്ന് വേണം പറയാൻ. അതായത് ഈ രാജ്യത്തെ കലാപത്തിന് ഇന്ത്യയിലെ ഫേസ്ബുക്ക് കൂട്ടുനിന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് അമേരിക്കൻ മാധ്യമമായിട്ടുള്ള വാൾ സ്ട്രീറ്റ് ജേണലാണ്. വാൾ സ്ട്രീറ്റ് ജേണൽ വളരെ വ്യക്തമായി പറയുന്നു, BJPയുടെ IT സെല്ലായിട്ട് ഇന്ത്യയിലെ ഫേസ്ബുക്ക് മാറിയിരിക്കുന്നു എന്ന്. ഗുരുതരമായി നമ്മൾ ചിന്തിക്കേണ്ട, വളരെ ശക്തമായി നമ്മൾ പ്രതിഷേധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഫേസ്ബുക്ക് ചെയ്തിട്ടുള്ളത്. ഈ വിവരങ്ങൾ ഫേസ്ബുക്ക് മേധാവി സുക്കർബർഗിന് വ്യക്തമായി അറിയില്ല എന്നുള്ളത് പരസ്യമായ ഒരു സത്യമായിട്ട് വാൾ സ്ട്രീറ്റ് ജേണൽ വ്യക്തമാക്കുന്നുണ്ട്. മറിച്ച് ഇത്തരത്തിലുള്ള ചെറ്റത്തരങ്ങൾക്ക് BJPക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്കിനെ വേദിയാക്കി കൊടുത്തത് ഇന്ത്യയിലെ ഫേസ്ബുക്കിൻ്റെ മേധാവിയായിട്ടുള്ള അംഗീദാസ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് ഫേസ്ബുക്ക് രാജ്യത്തെ മതേതരത്വ വിശ്വാസികളോട് ചെയ്ത തെമ്മാടിത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി പറഞ്ഞു തരാം. കപിൽ മിശ്രയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കപിൽ മിശ്ര കാരണമാണ് ഡൽഹി കലാപം നടന്നതെന്ന് ഫേസ്ബുക്ക് മേധാവിയായിട്ടുള്ള സുക്കർബർഗ് അടക്കം വളരെ വ്യക്തമായി നമുക്ക് മുന്നിൽ പറഞ്ഞു തന്നതാണ്. ഫേസ്ബുക്കിൻ്റെ വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു ഫേസ്ബുക്ക് മേധാവി സുക്കർബർഗ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. ഫേസ്ബുക്ക് മേധാവി അടക്കം പറഞ്ഞ കപിൽ മിശ്രക്ക് നിലവിൽ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കപിൽ മിശ്രക്ക് ഫേസ്ബുക്കിലുള്ളത് സാധാരണ ഒരു അക്കൗണ്ട് അല്ല, മറിച്ച് ഫേസ്ബുക്ക് സാക്ഷ്യപ്പെടുത്തി വെരിഫൈ ചെയ്ത് നൽകിയ ഫേസ്ബുക്കിൻ്റെ ഏറ്റവും നല്ല ഒരു അക്കൗണ്ട് തന്നെയാണ് കപിൽ മിശ്രക്ക് നിലവിൽ ഫേസ്ബുക്കിലുള്ളത്. ഫേസ്ബുക്ക് മേധാവിയായിട്ടുള്ള സുക്കർബർഗ് അടക്കം കലാപകാരിയാണ് എന്ന് പരസ്യമായി സമ്മതിച്ച കപിൽ മിശ്രക്ക് പിന്നെ എന്തിനാണ് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് നൽകിയത്? കപിൽ മിശ്രയുടെ കലാപത്തിന് കാരണമായ ആ ദൃശ്യം ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു ശരിയാണ്. പക്ഷേ എന്നിട്ടും എങ്ങനെയാണ് വെരിഫൈ അക്കൗണ്ട് കപിൽ മിശ്രക്ക് ഫേസ്ബുക്ക് നൽകിയത്? ഇത് ഫേസ്ബുക്ക് മേധാവി സുക്കർബർഗ് അറിയാതെ ഇന്ത്യയിലെ ഫേസ്ബുക്ക് മേധാവിയായിട്ടുള്ള അങ്കിത് ദാസ് ആണ് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് എന്നുള്ളതാണ് അമേരിക്കൻ മാധ്യമമായിട്ടുള്ള വാൾ സ്ട്രീറ്റ് ജേണൽ വളരെ വ്യക്തമാക്കി പറയുന്നുള്ളത്. മറ്റൊരു ഉദാഹരണമായിട്ട് വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നുണ്ട്, തെലങ്കാനയിലെ രാജാ സിംഗ് എന്ന MLA കശ്മീരികൾക്കെതിരെ, റോഹിംഗ്യൻ ജനതയ്ക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, ബീഫ് കഴിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ വർഗീയ വിദ്വേഷം പരത്തുന്ന ഒരു പരാമർശം ഫേസ്ബുക്കിൽ നടത്തിയിരുന്നു. എന്നാൽ ഈ പരാമർശം നീക്കം ചെയ്തു എന്ന് ഫേസ്ബുക്കിൻ്റെ ഇന്ത്യയിലെ മേധാവി അംഗീദാസ് വെളിപ്പെടുത്തുമ്പോൾ മറിച്ച് രാജാ സിംഗിന് ഇന്നും ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട്. പിന്നെ എന്ത് നടപടിയാണ് ഇത്തരത്തിലുള്ള വർഗീയ കലാപ വിദ്വേഷ പ്രചരണം നടത്തുന്ന BJPയുടെ നേതാക്കൾക്കെതിരെ ഫേസ്ബുക്ക് എടുത്തിട്ടുള്ളത്? അത് മാത്രമല്ല, ഫേസ്ബുക്കിൽ വ്യാജ പ്രചരണം നടത്തുന്ന നിരവധി പേജുകൾ ഫേസ്ബുക്ക് നീക്കം ചെയ്തതായിട്ടുള്ള വാർത്തകൾ ഇന്ത്യയിലെ ഫേസ്ബുക്ക് മേധാവിയായിട്ടുള്ള അംഗീദാസ് മറച്ചുവെച്ചത് എന്തിനാണ്? 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഫേസ്ബുക്ക് BJPയുടെ IT സെല്ലിന്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്ന് അമേരിക്കൻ മാധ്യമമായിട്ടുള്ള വാൾ സ്ട്രീറ്റ് ജേണൽ വസ്തുതാപരമായിട്ടുള്ള ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നിൽ വെച്ച് പറയുമ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നാണം കെട്ട് തലതാഴ്ത്തി പോവുകയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ചെറ്റത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് BJPക്കൊപ്പം നിന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ നാണം കെട്ട്
തലതാഴ്ത്തിപ്പോകും. രാജ്യത്ത് വർഗീയ കലാപത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള BJP നേതാക്കളുടെ വിദ്വേഷ പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോകൾ ഫേസ്ബുക്ക് റിമൂവ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BJPയെ ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല എന്നുള്ള ഒറ്റ ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ്. ഇവിടെയാണ് ഇന്ത്യയിലെ ഫേസ്ബുക്ക്, മറ്റു രാജ്യങ്ങളിലെ ഫേസ്ബുക്കിനെ കുറിച്ചല്ല, ഇന്ത്യയിലെ ഫേസ്ബുക്കിനെ നമ്മൾ വിചാരണ ചെയ്യേണ്ടത്. ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. ഡൽഹി കലാപത്തിന് കാരണക്കാരനായ കപിൽ മിശ്രക്ക് ഇന്നും വെരിഫൈഡ് അക്കൗണ്ട് ഫേസ്ബുക്ക് നൽകുന്നുണ്ട്. രാജാ സിംഗിനെ പോലെയുള്ള നിരവധി വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന BJPയുടെ MLA-മാർക്ക് ഫേസ്ബുക്കിൽ നിലവിൽ അക്കൗണ്ട് ഫേസ്ബുക്ക് നൽകുന്നുണ്ട്. ഇതിനെതിരെയൊന്നും ഒരു നടപടിയും എടുക്കാത്തത് BJPയെ ചൊടിപ്പിക്കരുത് എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് എന്ന് അമേരിക്കൻ മാധ്യമം ഈ രാജ്യത്തെ ജനങ്ങൾ ആ വാർത്തക്ക് അനുകൂലമായി നിന്നുകൊണ്ട് വളരെ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും RSSന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പ്രവർത്തിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞപ്പോൾ പുച്ഛിച്ചു തള്ളിയവരെ നിങ്ങൾ കണ്ണു തുറന്നു കാണുക. രാഹുൽ ഗാന്ധിയുടെ നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമമായിട്ടുള്ള വാൾ സ്ട്രീറ്റ് ജേണൽ വ്യക്തമാക്കി തരുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.